ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ടെസ്റ്റ് മത്സരം ഓവലിൽ വെച്ച് നടക്കാൻ പോവാണ്. നാളെ ആണ് മത്സരം ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു ആവേശകരമായ പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് 2-1 ഇംഗ്ലണ്ട് മുന്നിലാണെങ്കിൽ പോലും അവസാന 2 മത്സരത്തിൽ ഇന്ത്യ കാഴ്ചവെച്ച ഒരു പോരാട്ട വീര്യം ഈ മത്സരത്തിൻ്റെ ഫലം ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ എന്ന തരത്തിലുള്ള പല ചോദ്യങ്ങളും അല്ലെങ്കിൽ പ്രതീക്ഷകളൊക്കെയാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. അപ്പോൾ മത്സരം എന്തായാലും ആവേശകരമാകും എന്നത് ഉറപ്പാണ്. കാരണം പ്രത്യേകിച്ച് 4ാം ടെസ്റ്റിന്റെ 5ാം ദിനം ഉണ്ടായ നാടകീയമായിട്ടുള്ള സംഭവങ്ങളുടെ അതിന്റെ ഒരു ബാക്കി പത്രം എന്തായാലും അവസാന ടെസ്റ്റ് മത്സരത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നെയാണ്. അതിന്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ തന്നെയാണ്. എന്തായിരുന്നു ഇന്നലെ ആ ഒരു സംഭവം? ഗംഭീറിന്റെ നമുക്ക് അദ്ദേഹം കളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ നേച്ചർ എന്താണെന്ന്. ഗൗതം ഗംഭീറിന്റെ അഗ്രഷൻ നമുക്ക് അറിയുന്നതാണ്. അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കളി കണ്ടാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് എതിരാളികളെ നേരിടുന്നതും ആരെങ്കിലും കോർക്കാൻ വന്നാൽ അദ്ദേഹം വിടാറില്ല. അപ്പം ഇന്നലെ ഇപ്പോൾ നടന്ന സംഭവം അത് തന്നെയാണ്. പിച്ചിലേക്ക് പോകുന്ന സമയത്ത് 2.5 മീറ്റർ മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം ക്യൂറേറ്ററും സ്റ്റാഫുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. അത് അവർ ഇതിൽ പറഞ്ഞിപ്പം സിദ്ധാംശു കോട്ടയ്ക്ക് ബാറ്റിംഗ് പരിശീലനം പറഞ്ഞു വെച്ച് നോക്കുമ്പോഴേക്ക് അവരൊരു നീതികേട് കാണിച്ചിട്ടുണ്ട്. മെക്കെല്ലാം ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്, നമ്മോട് മാറിയിക്കാൻ വേണ്ടി പറയുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഗ്രൗണ്ടിൽ നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനോട് അദ്ദേഹം മോശമായി പെരുമാറിയെന്ന് പറയുന്നു. അത് ഗംഭീർ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ എന്തായാലും പരിശീലനം ഇടപെടുമല്ലോ എന്ന് പറഞ്ഞത് അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം പരിശീലകൻ എന്തായാലും മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി എന്താണ് അഴിച്ചു വിട്ടതുപോലെ എന്താണ് വരുന്നത് നമുക്ക് കാണാനേ ഉള്ളൂ. കാരണം ഈ പറഞ്ഞാൽ തന്നെയാണ് മത്സരത്തിന് മുമ്പ് 4ാം മത്സരത്തിന് മുന്നേ ഗില്ലുമായിട്ടും ഗില്ല് ബ്രൂക്കുമായിട്ടും മറ്റുള്ള സംസാരം ഉണ്ടായിരുന്നു. ഗില്ല് നേരത്തെ തന്നെ സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 4ാം ടെസ്റ്റിന് 5ാം ദിനത്തിൽ കൈ കൊടുക്കാൻ വിവാദം വന്ന് ജഡേജയോടും സുന്ദറിനോടും സ്റ്റോക്സ് സംഘവും പെരുമാറിയ രീതി അറിയാം. അതെല്ലാം ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചൂടിൽ നിൽക്കുമ്പോഴാണ് ഗംഭീറിനെ കയറിയിട്ട് അങ്ങ് വെടിപൊട്ടിക്കുന്നത്. അപ്പോൾ ഇനി മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയുള്ള 5 ദിവസത്തേക്ക് എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എനിക്ക് ഒരു സന്തോഷമുണ്ട്. എന്താ വരാൻ പോകുന്ന ആകാംക്ഷയാണ് ഇപ്പോൾ ഇനി എന്ത് വരും എന്നുള്ളത്. മത്സരത്തിന് തീ പറഞ്ഞ ഒരു സംശയമില്ല. കാരണം ഇന്ത്യക്ക് ജയിച്ചേ പറ്റും. സമനില പോലും പരമ നഷ്ടപ്പെടും. ജയിച്ചേ പറ്റും. അതിനുവേണ്ടിയിട്ട് നിൽക്കും. അപ്പം ഗംഭീറിനൊരു ടാക്ടിക്സ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. താരങ്ങളെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഈ യുവതാരങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് പന്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്, ബൂമറയില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഈ ഒരു പോരാട്ട വീര്യം അങ്ങ് കത്തിച്ചങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഇതിലങ്ങ് കയറി അങ്ങ് പിടിച്ചേക്കും. അങ്ങനെ പിടിച്ചിട്ട് ത്തിലേക്ക് എത്തണം, ജയിക്കാൻ വേണ്ടി പറ്റിയേക്കും. അങ്ങനെ പറ്റട്ടെ എന്ന് പ്രത്യേകിക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് സിദ്ധാംശു കൊടക്ക് പറയുന്നത് അവനാളെ തിരി പശുക്കാണെന്നുള്ളത് നമുക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല വളരെ മോശമായിട്ട് സംസാരിച്ചത്. അപ്പോൾ സിദ്ധാംശു കൊടക്ക് ഈ പ്രശ്നമൊന്നും പരിഹരിക്കാൻ ചെല്ലുന്ന സമയത്ത് ഗംഭീർ വന്നിട്ട് അവനോടൊന്നും പറയാൻ നിൽക്കണ്ട. അതിൻ്റെ ഇടയിൽ ഈ പുള്ളി പറയുന്നത് ഞാൻ മാച്ച് റഫറി എടുത്ത് കംപ്ലൈന്റ് പറയുന്നത് അവൻ പോയി കംപ്ലൈന്റ് പറയട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ഗംഭീർ പറയുന്നത്. മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ അവസാനം നടന്ന ടെസ്റ്റ് മത്സരത്തിൽ, അതായത് 4ാം ടെസ്റ്റ് മത്സരത്തിന്റെ ലാസ്റ്റ് ഈ സെഞ്ചുറി നേടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അത് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ പല ആളുകളും വിമർശിക്കുന്നത് അങ്ങനെ ഒരു സമയത്ത് ഒരു സെഞ്ചുറി നേടുക, ആ 10 റൺ കൊണ്ട് എന്താ മാറ്റാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇംഗ്ലണ്ടിന്റെ ഒരു വാദം വരുന്നത്. ഗംഭീർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരവിടെ അധ്വാനിച്ച് കളിച്ച താരങ്ങളാണ്, അത്രയും സമയം അവിടെ നിന്ന് ബാറ്റ് ചെയ്ത താരങ്ങളാണ്. ആ ഒരു സെഞ്ചുറി അവർക്ക് അർഹിക്കുന്നതാണ്. അവർ നേടിയാൽ എന്താണ് പ്രശ്നം എന്നാണ് ഗംഭീർ തിരിച്ചു പോകുന്നത്. അത് സമയമുണ്ടല്ലോ, നമ്മൾ എക്സ്ട്രാ ടൈമോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓവേഴ്സ് എന്നുള്ള ചോദിക്കുന്നത്. 15 ഓവർ ബാക്കി നിൽക്കാൻ പാടില്ല, ലൈറ്റിന്റെ പ്രശ്നമില്ല, മറ്റു തടസ്സങ്ങളൊന്നുമില്ല. കളിക്കേണ്ട സമയത്ത് നിശ്ചിത സമയത്തിനാണ് ഇവർ കളിക്കുന്നത്. അതിന് ആ സമയത്ത് ഇപ്പോൾ പറഞ്ഞാൽ തന്നെ 4-ന് ഇന്ത്യ തോൽവി തന്നെയാണ്. അവർ ഒരു വിക്കറ്റ് വീണ് ചിലപ്പോൾ തോൽവിയിലേക്ക് തന്നെ പോകുന്ന ഒരു ടീമിനെ കരകയറ്റിയിട്ട് രക്ഷിച്ച് കൊണ്ടുവന്ന് സമനിലേക്ക് എത്തിക്കുന്നു. വിജയത്തോളം പോകുന്ന സമനിലേക്ക് എത്തിക്കുന്നു. ആ സെഞ്ചുറി അതിനെ മാറ്റി കൂട്ടുകയാണ്. 2 താരങ്ങൾക്കും അതിനുള്ളൊരു അത് അർഹിക്കുന്നുണ്ട്. അത് കൊടുക്കുക തന്നെയാണ്. അത് ഗില്ലിൻ്റെ ക്യാപ്റ്റൻ ഗില്ലായാലും കോച്ച് ഗംഭീറായാലും യാതൊരു മറിച്ചൊരു ഇതുണ്ടാവില്ല. അത് ആ ടീമിൻ്റെ തീരുമാനം വളരെ ശരിയായിരുന്നു. കാരണം ഇവർ പറഞ്ഞ തന്നെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്, വെറുതെ ഒന്നല്ല. നമ്മളിപ്പോൾ അന്ന് അവിടെ ഔദാര്യത്തിന് ആവശ്യപ്പെട്ടൊന്നുമില്ല. അത് എറിയേണ്ട ഓവറുണ്ട്, ആ ഓവറിന് ടൈം ഉണ്ട്. അത് തന്നെയാണ് മാച്ച് റിസൾട്ട് മാത്രം നോക്കിയിട്ടല്ലോ കളി നടക്കുന്നത്. ഇപ്പോൾ അന്നത്തെ ആ ഒരു വിഷയത്തിൽ ഒരാൾ കമന്റ് ഇട്ട് കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ. ഒരു പോസ്റ്റിന് അടിയിൽ വന്ന് കമന്റാണ് ഈ ഇംഗ്ലണ്ടുകാരുടെ ഈ അഹങ്കാരത്തിന് അവസാനത്തെ ഓവർ വരെ ബാറ്റ് ചെയ്യണം, സെഞ്ചുറി അടിച്ചിട്ട് മാറ്റണം. ശരിക്കാണ്, എല്ലാ ഓവറും എറിയിച്ചിട്ട് പോയാൽ നമ്മൾ വൈകിട്ട് കളിക്കാൻ എല്ലാം എറിഞ്ഞിട്ട് പോയാൽ പറയലുണ്ട്. അതുപോലെ തന്നെ എറിഞ്ഞിട്ട് മഴ പെയ്തു അല്ലെങ്കിൽ ഗിരിട്ടായി കളി ഇറക്കുമ്പോൾ ഒന്നും വേണ്ട, എറിഞ്ഞിട്ട് പോയാൽ പറയലുണ്ട്. അതുപോലെ 6 ഓവർ ബാക്കി 6 ഓവർ നമ്മൾ 6 ഓവർ പറഞ്ഞ് കണ്ടങ്ങളിൽ അധികം 6 ഓവർ ഉണ്ടാവില്ല. അതുകൊണ്ട് പറയുന്നതാണ് ആ ഓവർ 15 ഓവർ എറിഞ്ഞിട്ട് പോയാൽ മതി. ലാസ്റ്റ് ഒരു റണ്ണെങ്കിൽ 2 വിക്കറ്റ് പോയാൽ പോട്ടെ. അങ്ങനെ കളിക്കുകയാണ്, എറിയിക്കാണ് വേണ്ടത്. അതെന്തായാലും അതിൽ കുറെ ഈ കമന്റ് പറയുമ്പോൾ കുറെ കണ്ടിട്ടുണ്ട്. സായിപ്പന്മാരുടെ പഴയ 47 കഴിഞ്ഞിട്ട് വന്ന സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ് ഇട്ടിരുന്നു. അത് വേറെ ഇതാണ്. അത് ജഡേജ സെഞ്ചുറി അടിച്ച സമയത്ത് കൈ കൊടുക്കാൻ വേണ്ടി വന്നിട്ട് പുറകുന്നത് ബ്രൂക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. കൈ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ജഡേജക്ക്, കളി നിർത്താൻ വേണ്ടിയിട്ട്. മൈൻഡാക്കാണ്ട് ഇവർ വീണ്ടും വരുന്നു, സുന്ദർ ബാറ്റ് ചെയ്യുന്നു, സെഞ്ചുറി അടിക്കുന്നു.
അതിലാണ് അവർക്ക് സെഞ്ചുറി അടിക്കുമ്പോൾ കൈ കൊടുത്തെങ്കിലും വേഗം കയറി പോകണേ ഉണ്ടാവുള്ളൂ. അല്ല, ഇത് മത്സരത്തിന് ഇത് കഴിഞ്ഞിട്ട് ഈ ബെൻ സ്റ്റോക്സിന്റെ ഇവര് നിർത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹാരി ബ്രൂക്കിനൊക്കെ കൊണ്ടുവന്നിട്ട് പന്തെറിയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് 37 മൈൽ പെർ അവറിലൊക്കെ അദ്ദേഹം പന്തെറിയിരുന്നു. വളരെ ഈസി ആയിട്ടുള്ള പന്തുകൾ എറിഞ്ഞു. ഈ അങ്ങനെ ഹാരി ബ്രൂക്ക് എറിഞ്ഞ പന്തിനെ എന്താ പറയാ, നമ്മുടെ ഇംഗ്ലണ്ടിലെ തന്നെ ഇതിഹാസ ബൗളറായിട്ടുള്ള സ്റ്റുവർട്ട് ബ്രോഡ് വിശേഷിപ്പിക്കുന്നത് തീർത്തും വൃത്തികേട്, നാണക്കേട് ഉണ്ടാക്കുന്നത് എന്നാണ്. അതായത് അതൊരു കളിയുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന് ചേർന്നതല്ല എന്നാണ് ബ്രോഡ് പറയുന്നത്. നമുക്കറിയാം, ബ്രോഡ് പലപ്പോഴും റീസെന്റ് ആയിട്ട് ഒരു ഇന്ത്യക്കാരെ കുറിച്ചിട്ട് ഒരു നല്ല അഭിപ്രായങ്ങളോ ആ രീതിയിൽ ഒരു അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്. പക്ഷെ ഹാരി ബ്രൂക്കിന്റെ പന്ത് തീർത്തും വൃത്തികേട് എന്ന് പറയുമ്പോൾ, അത്രയും ഒരു രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുമ്പോൾ, അത് ഇംഗ്ലണ്ടിനകത്ത് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ പല ഇതിഹാസ താരങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായും. അല്ല, അത് കളിയുടെ ഒരു നമ്മൾ പറഞ്ഞ ക്രിക്കറ്റ് ജെന്റിൽമാൻ ഗെയിം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മാന്യതയ്ക്ക് നിരക്കുന്ന രീതിയിലായിരുന്നില്ല ഇവരൊന്നും കളിച്ചിരുന്നത്. ആ കളിയുടെ രീതി അങ്ങനെ അല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം വന്നതും. അല്ല, അത് ഈ പറഞ്ഞ മുൻ താരങ്ങൾ വിമർശിച്ചില്ലെങ്കിൽ അതിനെ ഇംഗ്ലണ്ട് ക്രിക്കറ്റിനെ ഈ പറഞ്ഞ നമ്മൾ ഇംഗ്ലണ്ട് ക്രിക്കറ്റിന് കൊടുക്കുന്ന മാന്യത ഉണ്ടല്ലോ, ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിനുള്ള ഇത് അത് മൊത്തം പോയിരുന്നു. അപ്പം അതിൽ തന്നെ ഭിന്നാഭിപ്രായം വരുന്നുള്ളൊരു പോസിറ്റീവായ ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇത് 3ാമത്തെ ടെസ്റ്റ് മത്സരം മുതലാണ് ഈ പ്രശ്നങ്ങൾ ഒരു ആവേശത്തിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ അന്ന് സാക് റോളിയും ഇവരും ബാറ്റ് ചെയ്യാൻ ലേറ്റായി വരുന്ന ഒരു സാഹചര്യം, വൈകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായത്. അവിടുന്നാണ് ഈ വിഷയം തുടങ്ങിയത്. പക്ഷേ അന്ന് ഈ ഭയങ്കര ഇതിലായിട്ടുണ്ടായിരുന്ന, ഭയങ്കര അഗ്രസീവ് ശൈലിയായിട്ടുണ്ടായിരുന്ന ഒരു ശുഭ്മാൻ ഗിൽ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇപ്പൊ പലരും വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ഈ ഗിൽ എന്താണോ കോഹ്ലിനെ കോപ്പിയടിക്കാൻ നോക്കണം, അതായത് ഒരു ക്യാപ്റ്റൻ ആയി എന്ന് കരുതിയിട്ട് പലരും പറയുന്നത് ഗിൽ അത്ര ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു താരമല്ല, കൂളായിട്ട് നിൽക്കുന്ന ഒരു താരമാണ്. പക്ഷെ ക്യാപ്റ്റൻസിയിലേക്ക് വന്നപ്പോൾ പുള്ളി ഒരു അഗ്രസീവ് സംഭവത്തിലേക്ക് അത് കൈന്നെടുത്ത് ഇടുന്നതാണോ എന്ന രീതിയിലേക്ക് പലരും ഇത് പറയുന്നത്. പക്ഷെ ഈ അവസാനത്തെ ഇപ്പോഴത്തെ ഒരു മത്സരം ഇതൊക്കെ വരുന്ന സമയത്ത് ഗില്ലൊന്ന് തണുത്ത മട്ട് തോന്നുന്നുണ്ടോ? അതായത് ആ ഒരു അഗ്രസീവ് ശൈലി വിടാതെ, അല്ല, ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ പറയുന്നത്. കുറച്ച് ഞാൻ അങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു വെറും ഒരു കലിപ്പൻ മാത്രമല്ല, ഞാൻ കുറച്ച് കാമായിട്ടുള്ള ഒരാൾ കൂടിയാണ് എന്ന രീതിയിലേക്ക് കാണുന്നുണ്ടോ ഗില്ലിനെ? അല്ല, അതിപ്പം പറഞ്ഞു വരുമ്പം ഇതിൽ ഈ പറഞ്ഞ ഗില്ലിൻ്റെ അത് ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ ഉത്തരവാദിത്വം കൂടുമ്പോൾ അതിൽ പ്രതികരിക്കേണ്ട രീതി സമയങ്ങളിൽ വരുന്നുണ്ടാവും. ഇപ്പം ഈ വൈകിക്കുന്ന സമയത്ത് ഇതാക്കുന്ന സമയത്ത് ഗില്ലവിടെ നോക്കിയിട്ട് പിന്നെ നമ്മൾ ക്യാപ്റ്റൻ ധോണിയും പ്രതികരിച്ച അത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഹ്ലിയെ പോലെ നമ്മൾ എല്ലാ കേസും പിടിക്കില്ല പറയും. പക്ഷേ പിടിക്കേണ്ട സമയത്ത് പിടിക്കാനാണ്. അത് ടീമിന് മോട്ടിവേറ്റ് ചെയ്യേണ്ട രീതിയിൽ ആ ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ചാൽ മാത്രമേ സാധാരണങ്ങൾക്ക് അതിനനുസരിച്ച് കളിക്കാൻ വേണ്ടി പറ്റൂ. അവർക്കൊരു ഇത് നമ്മൾ പിന്നെ ഒരു അങ്ങനെ മോശമായിട്ട് പറയുന്നില്ല. രോഹിത് ശർമ്മ നമ്മളെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൊക്കെ കണ്ടപ്പം ഫീൽഡ് വിട്ട പോലെ ചത്ത ഫീൽഡാണ്ടായിരുന്നു. ഒരു മരണ വീട്ടിലെ പോലെ താരങ്ങൾ ഇങ്ങനെ വരുന്നു പോകുന്നൊരു അഗ്രഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ നിന്ന് ഒരു താരം പ്രതികരിക്കേണ്ട രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ സിറാജിൻ്റെ ഒക്കെ അഗ്രഷൻ വരുന്നത് കോഹ്ലിയുടെ കീഴിൽ തന്നെയാണ്. അത് സംശയമില്ല. ദാദാ ടീമിനെ കൊണ്ടുവന്ന് എങ്ങനെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വന്നാൽ മാത്രമേ ആ ടീമിനൊരു മോട്ടിവേഷൻ ഉണ്ടാവും. ടീം ഒരു ആക്റ്റീവ് കളിക്കും. ടെസ്റ്റ് ക്രിക്കറ്റാണ്. ചത്തോലെ കളിച്ചിട്ട് അങ്ങനെ പോയിട്ട് അതിൻ്റെ സൗന്ദര്യം ഇല്ലാതാക്കാൻ വേണ്ടില്ല. അപ്പം ഗില്ലിനെ മാറ്റം പറഞ്ഞാൽ ഗില്ലത് അത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ മുന്നിൽ നിന്ന് പ്രതികരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഒന്ന് തലയിരിക്കും വാലാടില്ല പറഞ്ഞാൽ വാലുകളിൽ ആളാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ തല മുന്നിൽ പോയില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. തല നിർത്തണം, പറയേണ്ടടുത്ത് പറയണം. അതിൻ്റെ ഒരു ക്വാളിറ്റി ഗില്ലിനാണ് കാണിക്കേണ്ടത്, മുന്നിൽ നിന്ന് പറയേണ്ടത്. അതിൻ്റെ രീതി എങ്ങനെ വേണമെന്ന് ഗില്ലിന് തീരുമാനിക്കാം. അത് ഇപ്പോൾ ഇത്ര ആളുടെ അഗ്രഷൻ കളിച്ചില്ല പറയുമ്പോൾ ഒരു യുവതാരമാണെന്ന് തന്നെ പറയാം. 25 വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നു ഗില്ലിന് വരുന്നത്. ഈ ഒരു യുവതാരം ട്രീ വിളിക്കുമ്പോൾ സീനിയർ താരങ്ങൾ മാനിച്ച് സീനിയർ താരങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ നോക്കി നിൽക്കുന്ന ഒരു താരമായിരുന്നു. അല്ല, അവിടെയെല്ലാം പോയിട്ട് ചൂടാൻ വേണ്ടി അഗ്രഷൻ കാണിക്കേണ്ട ആവശ്യം ഗില്ലിന് വന്നിട്ടില്ല. ഗില്ലിൻ്റെ കരിയർ ആരംഭിച്ച് നമുക്കിപ്പോൾ നോക്കുമ്പോൾ അത്രക്കുള്ള ഇതിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അത് ക്യാപ്റ്റൻസി വരുമ്പം ഗില്ലാണ് സംസാരിക്കേണ്ടത്, ഗില്ലാണ് പറയേണ്ടത്. അവിടെ ചിലപ്പോൾ അഗ്രഷൻ വന്നു പോയേക്കാം, അല്ലെങ്കിൽ അഗ്രഷൻ കൊടുക്കേണ്ട സമയത്ത് ഉണ്ടായേക്കാം. അത് അദ്ദേഹത്തിൻ്റെ നേച്ചറിനായിരിക്കാം. നമ്മളിപ്പോൾ കണ്ടു തുടങ്ങുന്നില്ല, ആദ്യ പരമ്പരയാണ്. അപ്പോൾ അഗ്രഷൻ കാണുന്നുണ്ട്. നമ്മളത് താരത്തിൻ്റെ രീതിയാണെന്ന് തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം അതിൽ കളത്തിന് പുറത്ത് പറയുമ്പോഴും ഈ സംഭവങ്ങളൊക്കെ അദ്ദേഹം അങ്ങനെ തന്നെ ആ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നില്ല ഒരാൾ കൈ നിട്ടിട്ട് കളിക്കുന്നതാണെന്ന് തോന്നുന്നില്ല. കാരണം ആ ഒരു ഇമോഷനെ ഉൾക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നതും പറയുന്നതും. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ മാറും. അത് വേണ്ടതാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നായകനത് വേണ്ടൊരു മികവ് തന്നെയാണ് അത് വരുന്നത്. തീർച്ചയായും. ഇപ്പോൾ ഈ ആദ്യ ടെസ്റ്റ് മത്സരം ഇന്ത്യ ഒരു വമ്പൻ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഒരു ശക്തമായൊരു വിജയം സ്വന്തമാക്കി. 3ാമത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ ലോർഡ്സിൽ ഒരു പോരാട്ടം തന്നെ കാഴ്ചവെച്ചിട്ടാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. അതും 22 റൺസിൻ്റെ ഒരു അത്രയും അടുത്തെത്തിയിട്ടാണ് ഇന്ത്യ പരാജയപ്പെടുന്നത്. ഒരു ബാറ്ററും കൂടിയും, അല്ലെങ്കിൽ ഒരു 1-2 ബാറ്ററും കൂടിയും ഒരു കുറച്ചുകൂടി നല്ല രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ലോർഡ്സിൽ ചരിത്രം പിറന്നേനെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ മാഞ്ചസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ പോലും ഇന്ത്യനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഒരു ശൈലി അല്ലെങ്കിൽ ഒരു തന്ത്രം ഇംഗ്ലണ്ട് പ്രയോഗിക്കുകയും ആ തന്ത്രത്തിനനുസരിച്ച് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ 2 വിക്കറ്റുകൾ നഷ്ടപ്പെടുകയും എന്നിട്ട് 425-4 എന്ന് പറയുമ്പോൾ രണ്ടാം ഇന്നിങ്സിലെ ഒരു സ്കോർ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്കോർ അല്ല, ഒരു വലിയ സ്കോറാണ്. അത് മാത്രമല്ല
ഈ പരമ്പരയിൽ മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ ആകെ 8 ഇന്നിങ്സുകളിൽ ഇന്ത്യ ബാറ്റ് ചെയ്തതിൽ 7 ഇന്നിങ്സുകളിലും 350-ലധികം സ്കോർ ചെയ്തു എന്നുള്ളതാണ്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരു പരമ്പരയിൽ ഈ റെക്കോർഡ് നേടുന്ന ആദ്യ ടീമാണ് ഇന്ത്യ. എടുത്തു പറയേണ്ടതാണ്. കാരണം 1924 അതുപോലെ തന്നെ എനിക്ക് 1920-21 ഓസ്ട്രേലിയ റെക്കോർഡ് സ്ഥാപിക്കുന്നത്. 6 തവണ ഒരു പരമ്പരയിൽ 350-ലധികം റൺസ് സ്കോർ ചെയ്തിട്ട്. അത് ആഷസിലാണ് നടക്കുന്നത്. പിന്നീട് അവര് തന്നെ 2 തവണ അത് ചെയ്യുന്നുണ്ട്. 1940-കളിലും 80-കളിലൊക്കെ ആയിട്ട് അവർ വീണ്ടും ഇത് ഒന്നുകൂടി ഇത് ചെയ്യുന്നുണ്ട്. ഈ 3 തവണ ഇത് ഇംഗ്ലണ്ടിനെതിരെയാണ്. 4ാമത് ഇന്ത്യ, അല്ലെങ്കിൽ 4ാമതല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ആദ്യമായിട്ട് ഈ റെക്കോർഡ് ഓസ്ട്രേലിയയുടെ റെക്കോർഡ് തകർത്തിരിക്കുകയാണ്. അപ്പൊ അത് ഈ ഒരു എന്താണ് പുതിയ കാലത്തെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അത് ഇന്ത്യൻ ബാറ്റിങ്ങിന്റെ ഒരു കരുത്ത് തന്നെയല്ലേ? തീർച്ചയായും ബാറ്റിംഗ് നമ്മൾ ആദ്യ മത്സരം നമ്മൾ പരാജയപ്പെട്ട മത്സരത്തിലായിരുന്നു കൂടി നമ്മുടെ 5 സെഞ്ചുറി ആയിരുന്നു പറഞ്ഞത്. ഇതിയുടെ ബാറ്റിങ്ങിന്റെ കരുത്ത് ഇപ്പം നമ്മൾ പറയുമ്പോൾ ഓൾറൗണ്ടർമാർ ഉൾപ്പെടെ ബാറ്റിങ്ങിലേക്ക് ഇന്ത്യൻ സ്ട്രെങ്ത് കൂട്ടുവാണ്. ബാറ്റിംഗ് ലൈനപ്പിൽ വലിയൊരു ഇത് വരുന്നുണ്ട്. അതിന്റെ മരുന്നാണ് ഈ കാണുന്നത്. നമുക്ക് ഇപ്പം ഏതൊരു ടീമിനായാലും അത് ഇപ്പം ഏകദിന ഫോർമാറ്റിൽ പറഞ്ഞാലും നമുക്ക് ഇതന്നെ പറയേണ്ടി വരും. അപ്പം ഇന്ത്യയുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് കൂടി വരുന്നുണ്ട്. ഓൾറൗണ്ടർമാരുടെ കൂടുതൽ സേവനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിരയോടെ നമുക്ക് മുട്ടി നിൽക്കാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞാൽ പിന്നെ ആദ്യത്തെ ഓവറിൽ 5 ബോളാകുമ്പോഴേക്ക് 2 വിക്കറ്റ് റൺസ് എടുക്കുന്നതിന് മുമ്പ് പോയെടുക്കുന്നത് ഈ 4 വിക്കറ്റിൽ 405 ഇന്ത്യ എത്തണമെങ്കിൽ ആ ഇന്ത്യയുടെ സ്ട്രെങ്ത്. അത് ഇന്ത്യയുടെ ഏറ്റവും ഇപ്പോഴത്തെ ഒരു ഏറ്റവും മികച്ച ബാറ്ററായിട്ടുള്ള ഋഷഭ് പന്ത്, ബാറ്റർമാരിൽ ഒരാളായിട്ടുള്ള ഋഷഭ് പന്ത് ബാറ്റ് ചെയ്തിട്ടില്ല. അതാണ് പറഞ്ഞത്. ആദ്യത്തെ ഇന്നിങ്സ് തന്നെ പന്ത് ബാറ്റ് ചെയ്ത് നമ്മൾ അത് വലിയൊരു ഇതാണ് നമുക്ക് തിരിച്ചു വന്നത്. അപ്പം ഒരാളെ കുറവുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റുന്നു. പക്ഷേ പന്ത് വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇപ്പം പന്ത്, ഗില്ല്, രാഹുൽ, പിന്നെ ജയ്സ്വാളാണ്, പിന്നെ സായ് സുദർശനാണ്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അയ്യോ ഈ ബാറ്റിംഗ് നിരക്ക് ഇത് ഇംഗ്ലണ്ടിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന സംശയം നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ നമ്മൾ കളത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്കത് നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഗില്ലിനും സംഘത്തിനും തോൽവിയുടെ ആഘാതം എത്രത്തോളം ഉണ്ടായിരിക്കും നോക്കിയിട്ട് വേണം ഗില്ലിൻ്റെ ഭാവി, അതായത് ഗില്ലായിരിക്കുന്നതായിരിക്കും ഭാവി എങ്ങനെയായിരിക്കുന്നു അതിനനുസരിച്ചേക്കെന്ന് പറഞ്ഞാണ്. പക്ഷെ അതൊന്നുമില്ല. ഈ ടീം കരുത്താണ്, സ്ട്രെങ്താണ്, ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒക്കെയാണ്. ബൗളിങ്ങിൽ ഇപ്പം പറഞ്ഞാൽ ബൂംറയുടെ അഭാവം എങ്കിൽ കൂടി നമ്മൾ ആകാശ്ദീപും സംഘവും അത് സെറ്റാക്കും. പരിക്ക് മാറിയാൽ ആകാശ്ദീപിന്റെ സെറ്റാകുന്നു. അതെ, കീപ്പിംഗിലാണ്. കുൽദീപ് യാദവ് കളിക്കും എന്ന രീതിയിലുള്ള ഒരു പിന്നെ തുടക്കം ഒരു പിച്ചിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അത് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ തന്നെയാണ്. അപ്പം ഇന്ത്യയുടെ ബാറ്റിങ്ങിന് ഈ പറഞ്ഞ ബാറ്റിങ്ങിന്റെ കരുത്താണ്. ഇന്ത്യൻ ടീം സ്ട്രോങ് ആണ്. നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. തീർച്ചയായും. എന്തായാലും ഓവലിൽ ആവേശകരമായ ഒരു പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. തീർച്ചയായും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.